പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഈ വേളയിൽ ഒരു കഥ കേൾക്കൂ. ബിരിയാണി. ഹോ, എന്തൊരു തിരക്കാണ്! എത്ര പേരാണ് വന്നിരിക്കുന്നത്! ബിരിയാണി 4-5 തവണ വച്ചിട്ടും തികയുന്നില്ല. ജയിച്ച സ്ഥാനാർത്ഥിയുടെ വീട്ടുമുറ്റത്ത് വലിയ ആൾക്കൂട്ടം, വലിയ പന്തലും ആരവങ്ങളും മുഴങ്ങുന്നു. ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിച്ചേരുന്നു. വരുന്നവർക്കെല്ലാം മധുരവും ശീതളപാനീയങ്ങളും ബിരിയാണിയും എന്നു വേണ്ട വലിയൊരു കല്യാണാഘോഷം തന്നെയാണ് അവിടെ നടക്കുന്നത്. നേരെ മറിച്ച് തോറ്റുപോയ സ്ഥാനാർത്ഥിയുടെ വീട്ടിലോ ആകെ ഒരു ശ്മശാന മൂകത. വീട്ടുകാർ മാത്രം, പിന്നെ 1-2 സുഹൃത്തുക്കളും. താടിക്ക് കൈയും കൊടുത്ത് സ്ഥാനാർത്ഥി ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രധാന നേതാവും കുറച്ച് പ്രവർത്തകരും കൂടി വീട്ടിലെത്തി. വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ ശോശാമ്മച്ചേടത്തി ചായയ്ക്ക് വെള്ളം വയ്ക്കാൻ പുറപ്പെട്ടു. "ആ നേതാവേ, വാ ഇരിക്ക്. ഞങ്ങളിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ചായ കുടിക്കാം." ചായ വേണ്ട, ബിരിയാണി കഴിച്ചതാ." കൂട്ടത്തിൽ ഒരുത്തൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. "ബിരിയാണിയോ?" സ്ഥാനാർത്ഥി അന്തം വിട്ടു. ആ സമയത്ത് തന്നെ മുറ്റത്ത് നിന്ന തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് ഈർക്കിലി ഒടിച്ച് ഒരുത്തൻ പല്ലിനിട കുത്തുന്നുണ്ടായിരുന്നു. "ബിരിയാണി കഴിച്ചു അല്ലേ?" സ്ഥാനാർത്ഥി ഒരിക്കൽ കൂടി ചോദിച്ചു. ഇളിഭ്യത മറച്ചു വയ്ക്കാനായി, ഞങ്ങൾ വരണ വഴിക്ക്." "ആ ശരി, നല്ല കാര്യം." അപ്പോഴേക്കും സ്ഥാനാർത്ഥിയുടെ ഭാര്യ വന്നു. "വെള്ളം വച്ചിട്ടുണ്ട്, ഇപ്പം ചായയാവും." ചൂടുവെള്ളം തങ്ങളുടെ തലയിൽ ഒഴിക്കും എന്ന ഭാവത്തിലിരിക്കുന്ന സ്ഥാനാർത്ഥിയെയും ഒന്നും അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഭാര്യയെയും മാറി മാറി നോക്കി നേതാവ് പറഞ്ഞു, "വേണ്ട, ഇപ്പം ചായ കുടിച്ചാൽ ശരിയാവില്ല." അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞു, "ശോശാമ്മേ, നീ ചോദിച്ചില്ലേ, ഇത്രയൊക്കെ കാശ് മുടക്കി കോലാഹലങ്ങളുണ്ടാക്കി ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടും നമ്മളെങ്ങനെ തോറ്റുപോയെന്ന്? ഇതൊക്കെ തന്നെയാണ്, വേറൊന്നും പറയാനില്ല." സ്ഥാനാർത്ഥിയുടെ പറച്ചിൽ തീരും മുമ്പ് നേതാവും അനുയായികളും ഗേറ്റ് കടന്ന് സ്ഥലം വിട്ടിരുന്നു. ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുന്ന ശോശാമ്മയെ നോക്കി സ്ഥാനാർത്ഥി പറഞ്ഞു, "അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങി വച്ചേരെ."